ചെറിയ ചെറിയ വാക്കുകൾ കൊണ്ട് നിങ്ങൾക്ക് ഹിന്ദി പഠിക്കാവുന്നതാണ്. ചെറിയ ചെറിയ വാക്കുകൾ തന്നെ. വലിയ വലിയ വാക്കുകൾ കൊണ്ട് ഹിന്ദി പ്രയാസപ്പെട്ട് പഠിക്കേണ്ടതില്ല. നിങ്ങൾക്ക് മലയാളം അറിഞ്ഞാൽ മതി. നിങ്ങൾക്ക് മലയാളം അറിയാം. അതിനാൽ യാതൊരു പ്രയാസവുമില്ല. എളുപ്പത്തിൽ ഹിന്ദി പഠിക്കാവുന്നതാണ്. ഇപ്പോൾ കാം സൂത്രത്തോടെ സ്പോക്കൺ ഹിന്ദി. എന്ത് സൂത്രം? കാം സൂത്രം. ഈ കാം സൂത്രത്തെ പറ്റി വിശദീകരിച്ചറിയാൻ തുടർന്ന് വരുന്ന പേജുകൾ കാണുക. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? ഭാവി കാലത്തിൽ ചെയ്യാൻ പോകുന്ന ജോലികളെ പറ്റി ഹിന്ദിയിൽ എങ്ങനെ പറയും? ഭാവി കാലത്തിൽ ചെയ്യാൻ പോകുന്ന ജോലികളെ പറ്റി എങ്ങനെയാണ് ഹിന്ദിയിൽ പറയുക? ഭാവി കാലത്തിൽ നമ്മൾ അനേകം ജോലികൾ ചെയ്യും. ഭാവി കാലത്തിൽ നമ്മൾ ചെയ്യേണ്ടുന്ന ജോലികളെ പറ്റി ഹിന്ദിയിൽ എങ്ങനെയാണ് പറയുക എന്നത് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാം. ഭാവികാലം എന്നാൽ നിങ്ങൾക്കറിയാം, നാളെയാവാം, അല്ലെങ്കിൽ ഒരു മാസത്തിന് ശേഷമാകാം, ഒരു മണിക്കൂർ നേരത്തിന് ശേഷവും ആകാം. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? കാം സൂത്രം. വാക്യത്തിൽ കാം എന്ന് വരുമ്പോൾ അത് തന്നെ പോകാം, വായിക്കാം, പഠിക്കാം, പാടാം, സംസാരിക്കാം തുടങ്ങിയ അർത്ഥം വരുന്ന പദങ്ങൾ വരുമ്പോൾ വൂങ്ക എന്ന പദം ഉപയോഗിക്കണം. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? ഇങ്ങനെ എളുപ്പത്തിൽ ഓർമ്മിച്ചു കൊള്ളുക. പോകുക എന്നാൽ ഹിന്ദിയിൽ ജാ, വായിക്കുക എന്നാൽ ഹിന്ദിയിൽ പഠ്, പഠിക്കുക എന്നാൽ ഹിന്ദിയിൽ സീഖ്, പാടുക എന്നാൽ ഹിന്ദിയിൽ ഗാ, സംസാരിക്കുക എന്നാൽ ഹിന്ദിയിൽ ബാത് കർ. ഇവിടെയുള്ള ചാർട്ട് ശ്രദ്ധിച്ചു നോക്കുക. ജാ പ്ലസ്, പഠ് പ്ലസ്, സീഖ് പ്ലസ്, ഗാ പ്ലസ്, ബാത് കർ പ്ലസ് വൂങ്ക എന്നാൽ എന്താണ്? നമുക്ക് നോക്കാം. ജാ പ്ലസ് വൂങ്ക എന്നാൽ ജാവൂങ്ക. പഠ് പ്ലസ് വൂങ്ക എന്നാൽ പഠൂങ്ക. സീഖ് പ്ലസ് വൂങ്ക എന്നാൽ സീഖൂങ്ക. ഗാ പ്ലസ് വൂങ്ക എന്നാൽ ഗാവൂങ്ക. ബാത് കർ പ്ലസ് വൂങ്ക എന്നാൽ ബാത് കർവൂങ്ക. ജാവൂങ്ക എന്നാൽ പോകാം. പഠൂങ്ക എന്നാൽ വായിക്കാം. സീഖൂങ്ക എന്നാൽ പഠിക്കാം. ഗാവൂങ്ക എന്നാൽ പാടാം. ബാത് കർവൂങ്ക എന്നാൽ സംസാരിക്കാം. ഇപ്പോൾ ഇവിടെയുള്ള കാര്യങ്ങൾ നന്നായി ശ്രദ്ധിക്കുക. മേ ജാവൂങ്ക എന്നാൽ ഞാൻ പോകാം. മേം പഠൂങ്ക എന്നാൽ ഞാൻ വായിക്കാം. മേം സീഖൂങ്ക എന്നാൽ ഞാൻ പഠിക്കാം. മേം ഗാവൂങ്ക എന്നാൽ ഞാൻ പാടാം. മേം ബാത് കർവൂങ്ക എന്നാൽ ഞാൻ സംസാരിക്കാം. ഇവിടെയുള്ള വാചകം നന്നായി ശ്രദ്ധിക്കുക. ഞാൻ പോകാം എന്നാൽ മേ ജാവൂങ്ക. ഞാൻ എന്നാൽ മേം, പോകാം എന്നാൽ ജാവൂങ്ക. അപ്പോൾ ഞാൻ പോകാം എന്നാൽ വളരെ സിമ്പിളായി മേ ജാവൂങ്ക. ഞാൻ പോകാം എന്നാൽ മേ ജാവൂങ്ക. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? മലയാളത്തിൽ ഹിന്ദിയിൽ ഇവിടെ എത്ര വാക്യങ്ങളുണ്ട്? 5 വാക്യങ്ങളുണ്ട്. അവയേവ? ഞാൻ പോകാം, ഞാൻ വായിക്കാം, ഞാൻ പഠിക്കാം, ഞാൻ പാടാം, ഞാൻ സംസാരിക്കാം. ഞാൻ എന്നാൽ മേ. ഞാൻ പോകാം എന്നാൽ ഹിന്ദിയിൽ മേ ജാവൂങ്ക. ഞാൻ വായിക്കാം എന്നാൽ ഹിന്ദിയിൽ മേ പഠൂങ്ക.
ഞാൻ പഠിക്കാമെന്നാൽ ഹിന്ദിയിൽ മേ സീഖുങ്ക. ഞാൻ പാടാമെന്നാൽ ഹിന്ദിയിൽ മേ ഗാവുങ്ക. ഞാൻ സംസാരിക്കാമെന്നാൽ ഹിന്ദിയിൽ മേ ബാത് കറുങ്ക. പ്രയാസമൊന്നുമില്ല, ഇത് വളരെ എളുപ്പമായിട്ടുള്ളവ തന്നെയാണ്. ആ ടെക്നിക്ക് മനസ്സിലാക്കിയാൽ മതി. ഇത്തരത്തിലുള്ള എത്ര വാക്യങ്ങൾ വേണമെങ്കിലും പറയാം. ഇതുപോലുള്ള മറ്റു ചില വാക്യങ്ങളും നമുക്ക് നോക്കാം. ശരിയല്ലേ? അടുത്ത പേജിലേക്ക് പോകാമോ? ഇങ്ങനെ എളുപ്പത്തിൽ ഓർമ്മിച്ചു കൊള്ളുക. ഇപ്രകാരമുള്ള മറ്റു ചില വാക്യങ്ങളും പറയാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? മലയാളത്തിൽ ഹിന്ദിയിൽ ഇവിടെ എത്ര വാക്യങ്ങളുണ്ട്? 5 വാക്യങ്ങളുണ്ട്. അവ ഏവ? ഞാൻ പഠിക്കും, ഞാൻ കാണും, ഞാൻ കെട്ടും, ഞാൻ എഴുതാം, ഞാൻ നടക്കാം. ഞാൻ എന്നാൽ മേ നിങ്ങൾക്കറിയാം. ഞാൻ പഠിക്കും എന്നാൽ ഹിന്ദിയിൽ മേ സീഖുങ്ക. ഞാൻ കാണും എന്നാൽ ഹിന്ദിയിൽ മേ ദേഖുങ്ക. ഞാൻ കട്ടാം എന്നാൽ ഹിന്ദിയിൽ മേ ദേവുങ്ക. ഞാൻ എഴുതാം എന്നാൽ ഹിന്ദിയിൽ മേ ലിഖുങ്ക. ഞാൻ നടക്കാം എന്നാൽ ഹിന്ദിയിൽ മേ ചലൂങ്ക. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? മലയാളത്തിൽ ഹിന്ദിയിൽ ഇതുവരെ എന്നെ പറ്റി പറഞ്ഞു. ഇപ്പോൾ ഞാൻ നമ്മൾ, നിങ്ങൾ, അവൻ, അവൾ, അവർ എന്നിവ ഉപയോഗിച്ച് വാചകങ്ങൾ പറയാം. ഇവിടെ എത്ര വാചകങ്ങളുണ്ട്? 6 വാചകങ്ങളുണ്ട്. അവ ഏവ? ഞാൻ പോകുന്നു, ഞങ്ങൾ പോകുന്നു, നിങ്ങൾ പോകുന്നു, അവൻ പോകുന്നു, അവൾ പോകുന്നു, അവർ പോകുന്നു. ഞാൻ എന്നാൽ മേ, പോകുന്നു എന്നാൽ ജാവുങ്ക. അപ്പോൾ ഞാൻ പോകുന്നു എന്നാൽ ഹിന്ദിയിൽ മേ ജാവുങ്ക. ഞങ്ങൾ എന്നാൽ ഹം, പോകുന്നു എന്നാൽ ജായെങ്കെ. ഞങ്ങൾ പോകുന്നു എന്നാൽ ഹം ജായെങ്കെ. നിങ്ങൾ എന്നാൽ ആപ്, പോകുന്നു എന്നാൽ ജായെങ്കെ. നിങ്ങൾ പോകുന്നു എന്നാൽ ആപ് ജായെങ്കെ. അവൻ എന്നാൽ വോ, പോകുന്നു എന്നാൽ ജായേഗ. അവൻ പോകുന്നു എന്നാൽ വോ ജായേഗ. അവൾ എന്നാൽ വോ, പോകുന്നു എന്നാൽ ജായേഗി. അപ്പോൾ അവൾ പോകുന്നു എന്നാൽ വോ ജായേഗി. അവർ എന്നാൽ വേ, പോകുന്നു എന്നാൽ ജായേങ്കെ. അവർ പോകുന്നു എന്നാൽ വേ ജായേങ്കെ. ഇപ്പോൾ ഇവിടെയുള്ള കാര്യങ്ങൾ നന്നായി ശ്രദ്ധിക്കുക. അവനായാലും അവളായാലും ഹിന്ദിയിൽ കർത്താവ് വോ എന്ന് തന്നെയാണ്. അവൻ പോകുന്നു എന്നതിന് വോ ജായേഗ. അവൾ പോകുന്നു എന്നതിന് വോ ജായേഗി. സ്ത്രീലിംഗമാകുമ്പോൾ ജായേഗി എന്ന് വരുന്നു, പുല്ലിംഗമാകുമ്പോൾ ജായേഗ എന്ന് വരുന്നു. അതേപോലെ ഞങ്ങൾ, നിങ്ങൾ, അവർ ഇതെല്ലാം ബഹുവചനങ്ങളാണ്. ബഹുവചനം വരുമ്പോൾ ജായേങ്കെ എന്ന് വരുന്നു. ഞാൻ പോകുന്നു എന്നാൽ ഹിന്ദിയിൽ മേ ജാവുങ്ക. ഞങ്ങൾ പോകുന്നു എന്നാൽ ഹിന്ദിയിൽ ഹം ജായേങ്കെ. നിങ്ങൾ പോകുന്നു എന്നാൽ ഹിന്ദിയിൽ ആപ് ജായേങ്കെ. അവൻ പോകുന്നു എന്നാൽ ഹിന്ദിയിൽ വോ ജായേഗ. അവൾ പോകുന്നു എന്നാൽ ഹിന്ദിയിൽ വോ ജായേഗി. അവർ പോകുന്നു എന്നാൽ ഹിന്ദിയിൽ വേ ജായേങ്കെ. മനസ്സിലായിരിക്കുമല്ലോ? പ്രയാസമൊന്നുമില്ല, വളരെ എളുപ്പമായിട്ടുള്ളവ തന്നെയാണ്. ആ ടെക്നിക്ക് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇത്തരത്തിലുള്ള എത്ര വാക്യങ്ങൾ വേണമെങ്കിലും പറയാം. ഇതുപോലുള്ള മറ്റു ചില വാക്യങ്ങളും നമുക്ക് നോക്കാം. ശരിയല്ലേ? അടുത്ത പേജിലേക്ക് പോകാമോ? ഇങ്ങനെ എളുപ്പത്തിൽ ഓർമ്മിച്ചു കൊള്ളുക. ഇപ്രകാരമുള്ള മറ്റു ചില വാക്യങ്ങളും പറയാൻ നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ?
ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ വൂങ്ക സൂത്രത്തിന്റെ സഹായത്തോടെ ഹിന്ദിയിൽ വാക്യങ്ങൾ എങ്ങനെ പറയാമെന്ന് നോക്കാം. അതേപോലെ വൂങ്ക സൂത്രം വഴിയായി ഹിന്ദിയിൽ എങ്ങനെയുള്ള വാക്യങ്ങളായാലും എത്ര വാക്യങ്ങളായാലും നന്നായി 100% പറയാൻ കഴിയും. ഇത് നിങ്ങൾക്ക് സാധിക്കുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ചെറിയ ചെറിയ വാക്യങ്ങളായാലും വലിയ വലിയ വാക്യങ്ങളായാലും എത്രത്തോളം ഉണ്ടായാലും ഈ വൂങ്ക സൂത്രം മൂലം നിങ്ങൾക്കറിയാവുന്ന എത്ര വാക്യങ്ങൾ വേണമെങ്കിലും പറഞ്ഞുകൊള്ളുക. ഓക്കെ.